നമസ്കാരം. നോഹൈവിൻ്റെ അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസ് യൂസിങ് പൈതൺ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ അനാലിസിസ് യൂസിങ് നംപൈയാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ദിവ്യ കെ, MSc ഡാറ്റ സയൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നംപൈനെ കുറിച്ച് കുറച്ചൊന്ന് അറിയാം. നംപൈ എന്ന് പറയുന്നത് പൈതണിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. ന്യൂമറിക് പൈതൺ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പൈതൺ എന്നതിന് ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ നംപൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൈതണിൻ്റെ സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ചെയ്യാനുള്ള ഒരു കോർ ലൈബ്രറി കൂടിയാണ് നംപൈ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ പൈതൺ പഠിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ജസ്റ്റ് മിസ്സാക്കാൻ പറ്റാത്തൊരു പാക്കേജാണ് നമ്മൾ നംപൈ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു അറേ ഡാറ്റ സ്ട്രക്ചറാണ്. ഈ അറേ ഡാറ്റ സ്ട്രക്ചറാണ് അതിൻ്റെ സെൻട്രൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ ബെനഫിറ്റ്സ് ഉണ്ട്. അതായത് അത് മോർ കോമ്പാക്റ്റ് ആണ്, നമുക്ക് ഈസി ആൻഡ് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഐറ്റംസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ മോർ കൺവീനിയൻ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ് ഈ നംപൈ ലൈബ്രറി എന്ന് പറയുന്നത്. ഈ നംപൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവറി ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സയൻസിലാണെങ്കിലും എഞ്ചിനീയറിങ്ങിലാണെങ്കിലും എല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സിനും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജാണ് നംപൈ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നംപൈ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ആരാണ് ഡെവലപ്പ് ചെയ്തത്, അതായത് അതിൻ്റെ ഹിസ്റ്ററി അത് നമുക്ക് നോക്കാം. നംപൈ എന്ന് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ന്യൂമറിക്കിൽ നിന്നാണ്. ജിം ഹൂഗ്നിങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ നംപൈ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നംപൈ അറേയെയും ഡെവലപ്പ് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. കുറച്ചധികം ഫങ്ഷണാലിറ്റീസും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള കുറേ ഫങ്ഷണാലിറ്റീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹം ഒരു നംപൈ അറേയെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ന്യൂമറിക് പാക്കേജിലേക്ക് നംപൈ അറേയുടെ പാക്കേജസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു നംപൈ പാക്കേജാക്കി മാറ്റിയത് ട്രാവിസ് ഒലിഫൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് 2005 അദ്ദേഹം അത് ചെയ്തത്. ഇതേപോലെ തന്നെ കുറേ കോൺട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് നിന്നിട്ടുണ്ട്. ഈ നംപൈ എന്ന് പറയുന്നത് ഒരു വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റെൻസീവ്ലി ആയിട്ടുള്ളൊരു പാക്കേജാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുവിധം എല്ലാ മേഖലയിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് പൈതണിൻ്റെ തന്നെ പാക്കേജസായ പാൻഡാസ്, സൈപൈ, മാറ്റ്പ്ലോട്ലിബ്, സൈക്കിറ്റ്ലൻ അങ്ങനെയുള്ള പല പാക്കേജസിലും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് നംപൈ എന്ന് പറയുന്നത്. അത് എക്സ്റ്റെൻസീവായിട്ട് വിപുലമായിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൈതണിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നമ്മൾ നംപൈനെ കണക്കാക്കുന്നത്. ഇനി നമുക്ക് n ഡയമെൻഷണൽ അറേസിനെ കുറിച്ച് നോക്കാം. നംപൈ ലൈബ്രറിയിലെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് മൾട്ടി ഡയമെൻഷണൽ അറേസും മെട്രിക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ. ഈ മൾട്ടി ഡയമെൻഷണൽ അറേസിന് തന്നെയാണ് നമ്മൾ ND അറേ അഥവാ n ഡയമെൻഷണൽ അറേ എന്ന് വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതൊരു ഹോമോജീനിയസ് ND അറേ നമ്മൾ ഹോമോജീനിയസ് n ഡയമെൻഷണൽ അറേ എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് മോർ എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ND അറേയിൽ മെയിനായിട്ട് ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങും ഡാറ്റ മാനിപ്പുലേഷനും മറ്റൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൈതൺ ലിസ്റ്റ് പോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് n ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ പൈതൺ ലിസ്റ്റിനേക്കാളും മോർ പവർഫുൾ ഡാറ്റ സ്ട്രക്ചറാണ് n ഡയമെൻഷണൽ അറേ. n ഡയമെൻഷണൽ അറേസിലെ കണ്ടൻസിനെ നമുക്ക് സ്ലൈസിങ്ങും ഇൻഡെക്സിങ്ങും വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് n ഡയമെൻഷണൽ അറേസിനെ സെൻട്രൽ കോർ ഓഫ് നംപൈ എന്ന് നമ്മൾ പറയുന്നത്. നംപൈനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നംപൈനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നംപൈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് ആദ്യം തന്നെ പൈതൺ ആവശ്യമുണ്ട്. പൈതൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൈതണിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ python.org എന്ന സൈറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വേർഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ പൈതൺ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
നമ്പൈനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് കോണ്ട ഇൻസ്റ്റാൾ നമ്പൈ അല്ലെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ നമ്പൈ എന്നുള്ള ഏതെങ്കിലും കമാൻഡ് വെച്ച് നമുക്ക് നമ്പൈനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ചെയ്യാണ് പൈതൺ ഇല്ല എന്നുണ്ടെങ്കിൽ അനാക്കോണ്ട ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് ഒരു ഈസിയസ്റ്റ് വേ ആയിട്ടുള്ളത്. കാരണം അനാക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി നമുക്ക് പൈതൺ ഉണ്ടാവും. അതിൽ മേജർ പാക്കേജസ് പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്പൈ, പാണ്ട, സൈക്കിറ്റ്ലൻ എന്നുള്ള പാക്കേജസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമുക്ക് നമ്പൈനെ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പാക്കേജ് അല്ലെങ്കിൽ ഏതൊരു ലൈബ്രറി യൂസ് ചെയ്യണമെങ്കിലും അതാദ്യം നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതിന് ശേഷം വരുന്നുള്ള കോഡ്സിലായാലും നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്പൈ അല്ലെങ്കിൽ നമ്പൈയുടെ ഫങ്ഷൻസ് നമുക്ക് അതിൻ്റെ അടുത്തതായിട്ടുള്ള കോഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഇമ്പോർട്ട് നമ്പൈ ആസ് NP എന്നുള്ള കോഡ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഈ NP എന്നുള്ളത് ഒരു വേരിയബിളായി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഈ നമ്പൈനെ NP എന്നുള്ളൊരു വേരിയബിളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. സോ ഇനി നമുക്ക് നമ്പൈ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് NP എന്ന് വെച്ച് നമ്പൈനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നമ്പൈയുടെ ഇൻസ്റ്റാളേഷനും ഇമ്പോർട്ടിങ്ങും പറയുന്നത്. നമ്പൈനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.